ഹലോ ഗൈസ്, ഇത് 3-4 ഏത്തപ്പഴം അരച്ചതാണ് ഗൈസ്. ഞാൻ നല്ലൊരു കട്ടി തവ എടുത്തിട്ടുണ്ട്. ആ തവയിലോട്ട് ഇത് ഒഴിക്കാൻ പോണു. ശർക്കര തിളപ്പിക്കുന്നു. ഒഴിച്ചിട്ട് കാണിക്കുക ഗൈസ്. ഇത് ഗൈസ് ശർക്കര പാനി കാച്ചി ഒഴിച്ച് ഗൈസ്. കരിപ്പോട്ടിയാണ് നല്ലത്. ഇത് ശർക്കര ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. പഴം ഇങ്ങനെ അരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത് ചെറിയ കഷ്ണങ്ങളുണ്ട്. അതിങ്ങനെ കലങ്ങിയത് അതങ്ങ് പൊയ്ക്കോളും. എന്നിട്ട് നമുക്ക് ഇച്ചിരി റവയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കണം. അവസാനം കുറച്ച് നട്ട്സും മുന്തിരിങ്ങയും ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അതും. നെയ്യാണ് ഇതിന് ഒഴിക്കുന്നത്, പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഗൈസ്. ഇവിടെ വറുത്ത റവപ്പൊടി ഇതിനകത്തിടും. അങ്ങനെ കിണ്ടി ഇടും. കുറേ ടൈം എടുക്കും ഗൈസ് കേട്ടോ. ലാസ്റ്റ് കാണിക്കും. ലാസ്റ്റ് ഇത് കുറച്ച് വെച്ചിട്ട് വേണം ഇത് കിണ്ടി എടുക്കാൻ. എന്നാൽ വറുത്തരിപ്പൊടിയാണെങ്കിൽ ഇത് പെട്ടെന്ന് ഓക്കെ ആവും. പക്ഷേ റവപ്പൊടി അരിപ്പൊടി ആയാലും മതി. അതുകൊണ്ടാണ് ഇടയ്ക്ക് അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അരിപ്പൊടി ആയാലും റവപ്പൊടി ആയാലും പെട്ടെന്ന് വെള്ളം അങ്ങ് അബ്സോർവ് ചെയ്യും. അത് ഏലക്കാപ്പൊടി ഇട്ട് നെയ്യും ഇട്ട് മുന്തിരിങ്ങയും നട്ട്സും ബദാമും ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അതൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നത്. ഓക്കെ ബൈ. കുറച്ച് കഴിഞ്ഞ് കാണിക്കാം സെറ്റാകുമ്പോൾ. റവപ്പൊടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ഇട്ടത് റോസ്റ്റഡ് ഉപ്പുമാ റവ, യൂണി ടേസ്റ്റിൻ്റെ റവ മേടിച്ച് വറുത്താലും മതി ഗൈസ്. ഇതപ്പോൾ എനിക്ക് കിട്ടിയത്. അപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് കുറവില്ല. അപ്പം ലോ ഫ്ലെയിമിൽ ഇട്ട് ഇച്ചിരി ഇളക്കണം കേട്ടോ ഗൈസ്. കുറേ നട്ട്സ് ഇങ്ങനെ ഞാൻ കൈവച്ച് ഒടിച്ചതാണ് ഗൈസ്. പെട്ടെന്ന് കുറുകും. ഇതെങ്ങണ്ട അലുവാട വലുവായിട്ടുണ്ട്. ഇതിനകത്ത് ഈ സമയത്താണ് നമ്മൾ എന്താ വേണ്ടേ, റൈസിൻസ് ഇടേണ്ടത്. ഇവിടെ റൈസിൻസ് ഇല്ല. ഈത്തപ്പഴം ഇട്ടാൽ അതിമധുരമാവും. എങ്കിലും ഞാൻ 2-3 ഇടാൻ ഗൈസ്. ഇത് കഴുകി ഉണക്കിയിട്ട് വറുത്ത് പൊടിച്ചതാണ് ഗൈസ്. പിന്നെ എന്തിനാണെന്നറിയോ, ഉലുവാപ്പൊടി നല്ലോണം പൊടിച്ചതാണ് ഗൈസ്. ഇത് ഉലുവാപ്പൊടി ഇടണം ഗൈസ്. ഞാൻ പറയാൻ മറന്നുപോയി, ഉലുവാപ്പൊടി ഇടണം. ഞാനിപ്പം നല്ല വെട്ടിത്തിളച്ച കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഞാനിത് ഒന്ന് ലൂസാക്കി തിളപ്പിച്ച് പറ്റിക്കത്തേ ഉള്ളൂ ഗൈസ്. നമ്മൾ എത്രത്തോളം ഉലുവാപ്പൊടി ഇടണോ അത്രയും ഹെൽത്തിന് നല്ലതാണ്, ആരോഗ്യം ഉണ്ടാവും ഗൈസ്. കണ്ടോ, ഇത് കുറച്ചും കൂടി ഇടാൻ പോയാൽ ഞാൻ കഴിക്കത്തൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ. കുറച്ചുകൂടി ഇട്ടിട്ട് ഗൈസ്. ഇപ്പം സെറ്റായിട്ടുണ്ട്. വറുത്ത ഉലുവാപ്പൊടി ആയതുകൊണ്ട് ഒരു ചൊവയും ഒന്നും വരുത്തില്ല. ഇത് ഏത്തപ്പഴവും ഇതിനകത്ത് മാവ് ഇട്ടില്ലേ, അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കത്തില്ല. വാടകയൊന്നും എടുക്കത്തില്ല. ഭയങ്കര കയർപ്പും വരത്തില്ല. പക്ഷേ മധുരവും ചെറിയ കയ്പും ചെറിയൊരു ഇത് നല്ല മണം വരുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ ഉലുവ ഇടുമ്പം തന്നെ ഒരു മണമാണ്. പിന്നെ നമുക്ക് ഏലക്കയുടെ ആവശ്യമില്ല. അപ്പം ഇതിൻ്റെ റോയായിട്ടുള്ള എല്ലാ സ്മെല്ലും മാറിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ നല്ല വെട്ടി തിളപ്പിച്ച വെള്ളമാണ് ഗൈസ് ഒഴിക്കുന്നത്. ഒഴിച്ചിതങ്ങ് ലൂസാക്കണം ഗൈസ്. ലൂസാക്കിയിട്ട് ഒന്നും കൂടെ തിളപ്പിക്കണം. തിളപ്പിച്ച് പറ്റിക്കണം. അതാണ് ഗൈസ് വേണ്ടത്. എന്നിട്ട് ഇതങ്ങ് പറ്റിച്ചാൽ മതി ഗൈസ്. ഇനി ഞാനിത് പറ്റുമ്പം കാണിക്കാം. കുറച്ച് ഈത്തപ്പഴമൊക്കെ ഇടുന്ന സമയത്ത് അത് ലാസ്റ്റ് ഇടുക കേട്ടോ ഗൈസ്. ഈ വെള്ളം കുറേ അങ്ങ് വറ്റി വരുമ്പോഴത്തേക്ക് കുമിള വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചാൽ മതി ഗൈസ്.
ഈ നെയ്യുടെ സ്മെല്ല് ഒട്ടും എനിക്ക് ഇഷ്ടമല്ല, ഡാഡിക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഗൈസ് ഇതിൽ നല്ല വെളിച്ചെണ്ണയാണ് ഗൈസ് ഒഴിക്കുന്നത്. സെറ്റാക്കി കിണ്ടി എടുത്താൽ മതി. ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചും ഇതാക്കത്ത്. തേങ്ങാപ്പാൽ തിളയ്ക്കുമ്പോൾ അങ്ങ് വെളിച്ചെണ്ണ ആയിക്കോളും ഗൈസ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടേ അതിനകത്ത് ഏത്തപ്പഴം അടിച്ചെടുക്കണം. ഞാനിവിടെ തേങ്ങാപ്പാലിലല്ല, ഞാൻ ഡയറക്റ്റ് ഏത്തപ്പഴം പഴുത്ത് തരുന്നത്. വേറൊന്നും ചേർക്കാതെ ഡയറക്റ്റ്ലി ഞാനത് മിക്സിയിലങ്ങ് മിക്സാക്കി എടുത്തതാണ്, ഗ്രൈൻഡ് ചെയ്തെടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കലാപരിപാടി. ഇത് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പലണ്ടി ഇടാം. ഞാൻ ഇത് ബദാം പരിപ്പിനി ഇപ്പോൾ എടുത്ത് കുറച്ച് ക്രഷ് ചെയ്തിടത്തേ ഉള്ളൂ, അല്ലാതെ അത് ശരിയാകത്തില്ല. മുഴുവനായിട്ടിരുന്ന് എനിക്ക് ചവയ്ക്കാൻ വയ്യ, ദഹിക്കത്തുമില്ല. നമ്മുടെ ശരീരത്ത് ചവച്ചരച്ച് അത് ഇറക്കിയില്ലേ അതിന് ഗുണമില്ല ഗൈസ്. കൂടെ കഴുകി വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ജീരകപ്പൊടിയാണ്. ശരീരത്തിന് ഇതെല്ലാം നല്ലതാണ്. ഇപ്പം ഈ കാലാവസ്ഥയൊക്കെ മാറിയിട്ട് തണുത്ത് അടിച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഡയറ്റിങ്ങാണ്. ഞാൻ ഒരു 2 മാസത്തോളമായി ചോറൊക്കെ കഴിച്ചിട്ട് ഒന്നും കഴിക്കത്തില്ല. ഓട്സും കപ്പക്കിഴങ്ങ് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്, നെല്ലിക്ക ജ്യൂസ് അടിച്ചൊക്കെ. അപ്പോൾ ഇത് നല്ലതാണ് ഗൈസ്. ഇതിൽ ഒരുപാട് ഉലുവയും ഒരുപാട് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞാൻ ഇച്ചിരി ബദാം ഇടട്ടെ ഗൈസ്. ഇത് ബദാം പരിപ്പി ഇത് ക്രഷ് ചെയ്തിടുന്നതാണ് ഗൈസ് നല്ലത്. അതർവൈസ് ഇത് ചവച്ച് ദഹിക്കത്തില്ല എനിക്ക് ഗൈസ്. ഇത് ബദാം പരിപ്പ് ആട്ടിയതാണ്. എന്താ ബദാം പരിപ്പാണ് ഇത്, ഞാൻ അന്നേരം കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പം ബദാം പരിപ്പും ഒക്കെയായി. ഈത്തപ്പഴം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ ഇടുന്നില്ല. എന്നുവെച്ചാൽ ഇതിന് നല്ല മധുരമുണ്ട്. ഏത്തപ്പഴം പഴുത്തതായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ശർക്കരയും കൂടെ ചേർത്തപ്പോഴേ ഗൈസ് നല്ല മധുരം. അതിനോട് ഈത്തപ്പഴം കൂടി ഇട്ടാൽ അതിമധുരമായിരിക്കും, കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉലുവപ്പൊടിയൊന്നും ഇട്ടെന്ന് പോലും അറിയത്തില്ല ഗൈസ്. ആ രീതിയിലാണ് സംഭവം. അപ്പോൾ ഇതിനെ കുറുക്കിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി കുറുകിക്കോളും, സെക്കൻഡ് കൊണ്ട് കൂടും. അരിപ്പൊടിയൊക്കെ വറുത്തില്ലായിരുന്നോ. അപ്പോൾ ഗൈസ് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. ഇത് പറ്റി ഇതിങ്ങനെ അലുവ പോലാക്കി എടുക്കാവുന്നതാണ്. പക്ഷേ ഇത് സെറ്റാക്കണം. ഇതിൻ്റെ മുകളിൽ പാട ഇങ്ങനെ ഇരിക്കുക. അത് കാരണം അങ്ങനെയുള്ള അലങ്കാരത്തിനൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ഇളക്കി ഇത് നമുക്കിത് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം. കുറച്ചും കൂടെയൊക്കെ പറ്റിച്ചൊക്കെ എടുത്താൽ. പിന്നെ ഇങ്ങനെ കുറുക്കൽ പോലെ അങ്ങ് ഇരിക്കട്ടെന്ന് വിചാരിച്ച്. ഇതല്ലെങ്കിൽ നമുക്ക് കിണ്ണത്തപ്പം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ആക്കിയെടുക്കാം. ഇതിനിപ്പോൾ ഒരു കിണ്ണത്തിനകത്ത് പൊരി ഒഴിച്ച് നമ്മുടെ ഇഡലിത്തട്ടയിൽ വെച്ച് ആവിച്ചെമ്പിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങുമ്പോൾ ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് കട്ടിയായി അലുവ പോലിരിക്കും ഗൈസ്. ഇതിപ്പോൾ ഇത് മതി, നല്ല ടേസ്റ്റാണ്. ബൈ, അപ്പോൾ ഉണ്ടാക്കി നോക്കൂ ഗൈസ്.